നമസ്കാരം. ഇന്ത്യ-റഷ്യ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനും തമ്മിൽ ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാനത്തിനാണ് ഇന്ത്യ പ്രാധാന്യം നൽകുന്നതെന്ന് മോദി പുടിനെ അറിയിച്ചു. പ്രധാനമന്ത്രി മോദി പുടിന് റഷ്യൻ ഭാഷയിലുള്ള ഭഗവത്ഗീതയുടെ ഒരു കോപ്പി സമ്മാനമായി നൽകുകയും ചെയ്തു. ഭഗവത്ഗീത ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. പ്രതിരോധം, ഊർജം, വ്യാപാരം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ 10 അന്താരാഷ്ട്ര കരാറുകളും 15ലധികം വാണിജ്യേതര കരാറുകളും ധാരണാപത്രങ്ങളും ഒപ്പുവയ്ക്കാൻ സാധ്യതയുണ്ട്. ഷിപ്പിംഗ്, ആരോഗ്യം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. തൊഴിൽ പങ്കാളിത്തം, അതോടൊപ്പം തന്നെ സാംസ്കാരിക, ശാസ്ത്രീയ സഹകരണം എന്നിവയും വർദ്ധിപ്പിക്കാനും ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നുണ്ട്. പ്രധാനമന്ത്രി മോദിയും പുടിനും ഹൈദരാബാദ് ഹൌസിൽ വിശദമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാനത്തിനാണ് ഇന്ത്യ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി മോദി ഊന്നി പറഞ്ഞു. ഇന്ത്യ സമാധാനത്തിനൊപ്പമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇരു നേതാക്കളും പ്രതിരോധം, ഊർജം, വ്യാപാരം, സാങ്കേതികവിദ്യ തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് മുന്തിയ പരിഗണനയാണ് ഇന്ത്യയും റഷ്യയും നൽകുന്നത്. കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം ഏകദേശം $70 മില്യൺ ഉയർന്നിരുന്നു. 2030ഓടെ ഇത് $100 മില്യൺ ഉയർത്താൻ ലക്ഷ്യമിടുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽസ്, കാർഷിക ഉത്പന്നങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, ടെലികോം, ഇലക്ട്രോണിക്സ്, വ്യാവസായിക ഘടകങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യൻ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം വളരെ ശക്തമാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രതിരോധ സഹകരണം ആരോഗ്യകരമായ വേഗതയിൽ മുന്നോട്ടു പോകുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. S-400 മിസൈൽ സംവിധാനം, S-30 ഫൈറ്റർ ജെറ്റുകളുടെ നവീകരണം തുടങ്ങിയ പ്രതിരോധ പദ്ധതികളെക്കുറിച്ച് ചർച്ചകൾ നടന്നു. പ്രസിഡന്റ് പുടിന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകുകയും തുടർന്ന് അദ്ദേഹം രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിയുടെ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് ആദരിച്ചു. രാജ്ഘട്ടിലെ സന്ദർശക പുസ്തകത്തിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. പുടിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് ദില്ലിയിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.